ഈ ജയം എന്ന് പറയുന്ന എൻ്റെ ജയത്തിനൊപ്പം തന്നെ മറ്റൊരു സാധനമാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പരാജയം. അങ്ങയെ ഞാൻ പരാജയപ്പെടുത്തുന്നതും എൻ്റെ കർമ്മമാണ്. ഞാൻ അങ്ങയെ ജയിച്ചു എന്ന് പറയുന്ന നിമിഷം ഞാനവിടെ സൃഷ്ടിക്കുന്നത് ജയം മാത്രമല്ല, ഒരു പരാജയത്തെയും ഞാൻ സൃഷ്ടിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഇന്ന് വരെയും ഫസ്റ്റ് പുസ്തകത്തിലുള്ളത് ആ സഹസ്രാമം ഞാൻ ഇറക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഗുരുനാഥൻ്റെ പേര് വെച്ച് നമ്മൾ നമസ്കരിക്കുമല്ലോ. അപ്പോൾ പറഞ്ഞതാണ്, ഒരു പക്ഷേ നീ മരിച്ചതിന് ശേഷം നിൻ്റെ പുസ്തകങ്ങൾ നോക്കി വായിക്കുന്ന സമയത്ത് ആരാണ് പഠിപ്പിച്ചതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെ ഗുരുദക്ഷിണ. പേരെഴുതി വേണ്ട. ഗുരുനാഥ സ്ഥിരം പറയുന്നതാണ്, നിൻ്റെ വാക്കുകളിൽ കൂടെയാണ് ഗുരുനാഥന്മാർ, അല്ലെങ്കിൽ ഒരു ശിഷ്യന്മാരുടെ അല്ലെങ്കിൽ ശിഷ്യരുടെ വാക്കുകളിൽ കൂടെയാണ് ഗുരുനാഥൻ ജീവിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വാക്കാണ് എൻ്റെ ദേവിയും എൻ്റെ ഗുരുനാഥൻ. അന്നമാണ് അങ്ങയുടെ ശരീരം. നോക്കൂ, ചെറുപ്പത്തിലെ മുതൽ അമ്മ തന്ന പാലാണ് അങ്ങയുടെ ശരീരമായിട്ട് വരുന്നത്. ശ്രാദ്ധത്തിൻ്റെ അർത്ഥം ശ്രദ്ധയാ ദീയതേ ഇതി ശ്രാദ്ധം. ശ്രദ്ധയോടുകൂടി നമ്മൾ കൊടുക്കുന്നതാണ് ശ്രാദ്ധം. ഒന്ന് ആലോചിക്കൂ, അങ്ങ് ഇന്നു കഴിച്ച ഭക്ഷണം, അങ്ങയുടെ പരമ്പരകൾ, എവിടെയെല്ലാമോ ഇരിക്കുന്ന പരമ്പരകൾ ഇട്ട ശ്രാദ്ധമാണ് അങ്ങയുടെ മുമ്പിൽ അന്നമായിട്ട് വരുന്നത്. നമസ്തേ, എല്ലാവർക്കും യതീഷയുടെ എഡ്യൂക്കേഷണൽ സീരീസിലേക്ക് സ്വാഗതം. വളരെ ആകസ്മികമായി തുടങ്ങിയതാണെങ്കിലും പിന്നീട് അങ്ങോട്ട് പല ദിവസങ്ങളിലെയും ആഴ്ചകളിലെയും ശ്രമം കംപ്ലീറ്റ്ലി പരിപൂർണമായി ഈ ഒരു സീരീസിലേക്ക് മാറുന്ന ഒരു ഗതിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യതീഷയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്കുണ്ടായിട്ടുള്ളത്. അത് ഏറ്റവും വലിയൊരു സാധാരണ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്ന ഒരു ലാഘവത്തോടെയോ അല്ലെങ്കിൽ ഒരു ഫ്രീ മൈൻഡോടെ ചെയ്യാൻ സാധിക്കാത്ത ഒരു പോഡ്കാസ്റ്റാണിത്. ഇതിൻ്റെ പുറകിൽ ഒത്തിരി വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട്. പുതിയ പുതിയ സബ്ജക്റ്റുകളിലേക്കും പുതിയ ക്ലാസ് എടുക്കേണ്ട സംവിധാനങ്ങളിലേക്കൊക്കെ തന്നെ. കാരണം ഇന്ന് ന്യൂ ജനറേഷനാണ്. അപ്പം നമ്മൾ ക്ലാസ് എടുക്കുന്നത് പോലും അല്ലെങ്കിൽ ഒരു ക്ലാസ് കഴിയുന്നും അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് കഴിയുമ്പോൾ അതിലെ കണ്ടൻറ്റിലെ അല്ലെങ്കിൽ അതിലെ മാറ്റേഴ്സ് എപ്പോഴും കറക്റ്റാണോ എന്ന് പോലും ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു സീരീസാണ്. അപ്പോൾ അതിനൊരു വലിയ ടീം തന്നെ പുറകിലുണ്ട്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്കെല്ലാം തന്നെ അതിൻ്റെ റിസൾട്ട്സ് കാണാൻ കഴിയും. അപ്പം ഇന്ന് എന്നത്തെ നമ്മൾ തുടക്കത്തിലുള്ള പോലെ ഇന്നും കൃഷ്ണേട്ടനാണ് നമ്മുടെ കൂടെ. അപ്പം എനിക്കെപ്പോഴും കൃഷ്ണേട്ടൻ കേരളത്തിലെ പണ്ഡിത കേസരികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഇന്നത്തെ ന്യൂ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ വ്യാഖ്യാന പന്ഥാവിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റിനേക്കാൾ കൂടുതൽ എല്ലാവർക്കും ആവശ്യമുള്ള സബ്ജക്റ്റുകൾ എഴുതുന്ന ഒരു വ്യക്തി എന്ന നിലയിലും, രണ്ടാമത് ഇപ്പം നമ്മളെല്ലാം ഈ യതീഷയിൽ കാണുന്ന എല്ലാ വ്യൂവേഴ്സും സ്വന്തമായ ഒരു ആത്മസംസ്കാരത്തിലേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ കേരളത്തിലെ ഒരു ഗന്ധസമ്പത്ത് അല്ലെങ്കിൽ ഗ്രന്ഥസമ്പത്ത്, ആ ഗ്രന്ഥസമ്പത്തിലേക്ക് വലിയൊരു മുതൽക്കൂട്ടാവുന്ന ഒരു ടെക്സ്റ്റുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ദേവി മഹാത്മ്യത്തിൻ്റെ അർഗളം. ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അതൊരു ദേവിയുടെ നിമിത്തമായിട്ടാണ് ഇതിൻ്റെ ഭാഗമാകാൻ യതീഷയ്ക്ക് ഒരു അസുലഭമായ ഒരു ഭാഗ്യം ലഭിച്ചത്. അതിന് ഞാൻ അമ്മയ്ക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. അമ്മ കൂടെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു ഭാഗ്യം നമുക്ക് കിട്ടിയത്. ഇത് ഒരുപാട് 3-4 ഭാഗമായിട്ടാണ് വരുന്നത്. അതിൽ ആദ്യ ഭാഗമാണ് ദേവി മഹാത്മ്യത്തിലെ അർഗളം. അപ്പോൾ ഇത് സംബന്ധമായി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇതെങ്ങനെ, ഈ ഒരു ബുക്ക് എങ്ങനെ വന്നു. പക്ഷേ ഈ ബുക്കിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ കാര്യം, ഇങ്ങനൊരു ബുക്കുണ്ട്, ഇത് വർക്ക് കഴിഞ്ഞിട്ട് 12 വർഷത്തെ അല്ലെങ്കിൽ ഒരു 12 വർഷം ചെറിയ സമയമല്ല, ആ സമയത്തിലെ കംപ്ലീറ്റ് റിസർച്ചിൽ തുടങ്ങിയ ബുക്കാണ്. അത് പല വഴിയിലൂടെ യാത്ര ചെയ്ത് ഒരു ദിവസം മൂകാംബിക പോവാണെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു എന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള കഥ നേരിട്ട് കൃഷ്ണേട്ടൻ പറയട്ടെ. കൃഷ്ണേട്ടാ നമസ്കാരം, സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡൊക്കെ ഒത്തിരി പേര് കാണുകയും വളരെ സീരിയസ് ആയിട്ട് ക്രൗഡ്സാണ് അത് കാണുന്നത്. കാരണം അതിലെ മെസ്സേജസ് സാധാരണ ഉള്ള മെസ്സേജിൽ നിന്ന് വളരെ വ്യത്യസ്തമായ മെസ്സേജസാണ്. ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ കൂടെ നിന്നതിനൊക്കെ വേണ്ടി. എല്ലാ സഹായങ്ങളും എനിക്ക് തോന്നുന്നു അങ്ങത് ബ്ലഡിലെടുത്തു തോന്നുന്നു. കാരണം പല സംഭാഷണങ്ങളും ഇമോഷണൽ കടന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് പോയിരിക്കുകയാണ്. നമ്മളെ ബന്ധമായിക്കോട്ടെ,
അങ്ങയുടെ മാഷും കുട്ടിയോളും മാഷും കുട്ടിയോളും യതീഷയ്ക്ക് വേണ്ടി ഇപ്പം അശ്രാന്തം പരിശ്രമിക്കുന്ന പല കാര്യങ്ങളുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഒരു സ്വാതന്ത്ര്യത്തിലും അങ്ങേപ്പുറത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളിലും ഇടപെടാതെ അതവിടെ നടത്തിക്കൊണ്ട് തന്നെ ഒരു സ്ഥലത്തിലേക്ക് നമ്മൾ മാറ്റി ഞങ്ങളെല്ലാവരെയും. ഒത്തിരി നന്ദി. ദേവി മഹാത്മ്യം അറിയണം അങ്ങേ വിളിക്കുമ്പോൾ അങ്ങ് മൂകാംബികയിലാണ്. അപ്പം എന്നോട് പറഞ്ഞു, എന്നോട് മൂകാംബിക എന്നല്ല പറഞ്ഞത്, അങ്ങ് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, അമ്മയുടെ അടുത്ത് പോകണം, അമ്മയ്ക്ക് കാണിക്കണം എന്ന്. അപ്പം ഞാൻ എപ്പോഴും അങ്ങനെ സംഭാഷണം നമ്മൾ വളരെ കൺഫ്യൂസ്ഡ് ആക്കും, പെട്ടെന്ന് മനസ്സിലാവില്ല. സത്യം, ഏത് അമ്മയാണെന്ന് കൺഫ്യൂഷൻ ആവുന്നു. ഞാൻ അമ്മേനായിട്ട് പോവാതെ അമ്മയുടെ അടുത്തേക്ക് പോകണം, അമ്മ വിളിക്കണു, അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണം, കയ്യിൽ സാധനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മോഹൻലാൽ പറഞ്ഞ കയ്യിൽ സാധനം ഉണ്ടെന്ന് ആണെന്ന് നമ്മൾ കരുതുന്നു. അപ്പോൾ എന്താണ് ആ യാത്ര പെട്ടെന്ന്, അതും ഒറ്റയ്ക്ക്? അങ്ങനെയല്ല, ഇതൊരു ലോങ് റണ്ണിങ് യാത്ര എന്ന് പറയണം. കാരണം ഇതൊരു 12 പോരാ, എനിക്ക് തോന്നുന്നു 2012-2013 കാലഘട്ടങ്ങളിലാണ് ഒരു അപ്രതീക്ഷിതമായിട്ട് ഞാൻ ദേവി മഹാത്മ്യം കയ്യിലേക്ക് എടുക്കുന്നത്. അതിനൊരു കാരണമാണ് എൻ്റെ ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന നീലകണ്ഠേട്ടൻ അടുത്ത് ഞാൻ ചോദിക്കുകയാണ് സമയത്ത്, വെറുതെ ഇരിക്കുന്ന സമയത്ത്, അങ്ങക്ക് ഞാൻ വെറുതെ ഇരിക്കുകയാണ് ഒരു 10-15 ദിവസം, ഏത് പുസ്തകം സജസ്റ്റ് ചെയ്യും ചെയ്യാനായിട്ട്? ശ്യാമളാദണ്ഡകാണോ, സൗന്ദര്യലഹരിയാണോ, ദേവി മഹാത്മ്യമാണോ, ഏതാണെന്ന് ചോദിച്ചു. നീലകണ്ഠേട്ടൻ പറഞ്ഞു ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു 11 മണിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം പുസ്തകം, ഒരു ദേവി മഹാത്മ്യൻ്റെ പുസ്തകം കൊണ്ട് അതെൻ്റെ റൂമിൽ കൊണ്ടത് കയ്യിലേക്ക് എന്നിട്ട്, കൃഷ്ണേട്ടൻ ഇത് നോക്കിക്കോളും. ഏട്ടൻ്റെ സ്ഥാനമാണ്, ഏട്ടൻ എന്നെ വിളിക്കുന്നതും കൃഷ്ണേട്ടൻ എന്നാണ്. അന്ന് തുടങ്ങിയ യാത്രയാണ്, ഒരു 13 വർഷം മുമ്പ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ അമ്മ, ഇല്ലെങ്കിൽ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ ആദ്യം ശാരീരികമ്മയെ ചൂണ്ടിക്കാണിച്ചിട്ടോ, ഇതാണ് നിൻ്റെ അമ്മ, ഒരു 7-8 വയസ്സിൽ എനിക്ക് എൻ്റെ ഓർമ്മ വെച്ച കാലത്ത് കൊണ്ടുപോയതാണ്. അന്ന് മുതൽ ആ പടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ വളർന്ന ഈ 2 അമ്പലങ്ങളിലാണ്, ഒന്ന് പിഷാരികോവിലും ഒന്ന് മാത്തൂർ ഭഗവതി. എനിക്ക് തോന്നുന്നു ദേവിയുടെ പ്രസാദം ഒരു പക്ഷേ മാത്തൂർ ഭഗവതി കഴിച്ചതിനേക്കാട്ടിലും കൂടുതൽ അവിലുമലൊരു ശർക്കര പഴം കഴിച്ചിട്ടായിരിക്കും ഞാൻ വളർന്നത്. ആ അമ്പലത്തിലെ ഒരു ലൈബ്രറിയിലാണ് ഞാൻ വളർന്നത്. ഒരു 5 മണി മുതൽ 8:30 വരെ അവിടെ ഉണ്ടാവും, ശനി ഞായറും ഫുൾ ടൈം അവിടെ ഉണ്ടാവും. അപ്പോൾ അമ്പലത്തിൽ അവിടെയാണ് ഞാൻ വളർന്നത്. അപ്പോൾ ആദ്യം ഞാൻ പിഷാരികുലം എടുത്ത് ഇത് എഴുതി ഏകദേശം തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ആദ്യം അവിടെ പോയി പറഞ്ഞു, ഈ ബുക്ക് ആദ്യം കേൾപ്പിക്കുന്ന അമ്മയായിരിക്കും. അതായത് പുസ്തകം വെച്ചിട്ട് ആദ്യം നടക്കിൽ വെച്ചിട്ട് അമ്മയെ കേൾപ്പിച്ചിട്ട് ഞാൻ പുറത്തേക്ക് വിടും. രണ്ടാമത് അവിടെ നിന്ന് എഴുതി തുടങ്ങിയപ്പോൾ ഒരു ലോങ് റണ്ണിങ് യാത്രയാണിത്, 12 വർഷത്തെ. കാരണം ഓരോ സ്ഥലങ്ങളിലും ഞാൻ തടസ്സം വരുമ്പോൾ ഓരോ സ്ഥലങ്ങളിൽ നിന്നിട്ടുണ്ട്. പിഷാരികുലം ആദ്യം തുടങ്ങി, അതിനുശേഷം മൂകാംബികയിൽ 2 വർഷം ഞാൻ ഭജന ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് മുഴുവനായിട്ട് എഴുതിയ ഗ്രന്ഥങ്ങളൊന്നാണ് ഇത്, ആദ്യത്തെ ബേസിൽ. ആ സമയത്ത് ഒരു 350-400 പേജിൻ്റെ പുസ്തകം ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഒരു 350 മാക്സിമം 500 പേജ് വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ കൂടെ എൻ്റെ കൂടെയുള്ള കുറേ ആളുകൾ വന്നു. ഇപ്പോൾ അവന്തിക ഭാരതി എന്ന് പറയുന്ന, ആ സമയത്ത് അഖില വിമലാണ്, ശാസ്ത്രം പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ കൂടെ കൂടിക്കോളൂ, ദേവി മഹാത്മ്യം എഴുതാമെന്ന് പറഞ്ഞു. 2018 മുതൽ അതിൻ്റെ യാത്ര തുടങ്ങി വീണ്ടും. അപ്പോൾ സജസ്റ്റ് ചെയ്തു സാധാരണക്കാർക്കും കൂടെ മനസ്സിലാവുന്നൊരു ബുക്കിലേക്ക് മാഷിനെ കൊണ്ടുവന്നൂടെ, അത് നാഷണൽ ലെവലൊരു ഗുണകരമാവും. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി. വീണ്ടും റീകൺസ്ട്രക്റ്റ് ചെയ്തു, വീണ്ടും എഡിറ്റ് ചെയ്ത്, വീണ്ടും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് റീകൺസ്ട്രക്റ്റ് ചെയ്തു. 3 തരത്തിലേക്ക് വ്യാഖ്യാനങ്ങളെ കൊണ്ടുവന്നു. അതായത് ഒരു പദം പറഞ്ഞു, അതിൻ്റെ പദച്ഛേദം പറഞ്ഞു, അന്വയം പറഞ്ഞു, അന്വയാർത്ഥം പറഞ്ഞു, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ 3 സെക്ഷനായിട്ട് തിരിച്ച് വീണ്ടും റീകൺസ്ട്രക്റ്റ് ചെയ്തു. അതൊരു 1000-1500 പേജിലേക്ക് എത്തി. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താ അപകടം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഇരുന്ന് ചില സ്ഥലങ്ങളിൽ ഇരുന്നാൽ മാത്രമേ നമുക്ക് അതിന് അർത്ഥനിർദ്ധാരം കിട്ടും, ചില സ്ഥലങ്ങളിൽ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് കൊറോണ വരുന്നത്. അപ്പോൾ 2019 വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് മാറുന്നു, കാരണം അവിടെ ഇരിക്കാനുള്ള സ്വസ്ഥത കിട്ടുന്നുണ്ടായിരുന്നില്ല. വീണ്ടും ഞങ്ങൾ റീകൺസ്ട്രക്റ്റ് ചെയ്തു. അതിൻ്റെ ഇടയിൽ എനിക്ക് എൻ്റെ ഗുരുനാഥന്മാരുടെ അടുത്ത് ചോദിക്കണമായിരുന്നു, ഇങ്ങനത്തെ ഒരു വലിയ പുസ്തകം വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരണം എന്നൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഭാരതത്തിലെ മൊത്തം പുസ്തകങ്ങൾ കൺസ്ട്രക്റ്റ് ചെയ്തു, എല്ലാം 200ഓളം വ്യാഖ്യാനങ്ങളുണ്ട് ഈ ദേവി മഹാത്മ്യത്തിന്, അത് മുഴുവൻ കളക്ട് ചെയ്തു. പിന്നെ ഇതിന് മുമ്പ് ആരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എല്ലാവരും കണ്ടുപിടിച്ചു. അതിനുശേഷം ഓരോ സ്ഥലങ്ങളിലേക്ക് യാത്രയായി. അത് നർമ്മദയിലുണ്ട്, ഹരിദ്വാറിലുണ്ട്, ബദ്രിയിൽ, കേദാർനാഥിൽ, ഇങ്ങനെ ചെയ്തവരുടെ അടുത്തൊക്കെ പോയി. അങ്ങനെ ഒരു ലോങ് റണ്ണിങ് യാത്ര ചെയ്ത് അവരുടെ കൺസ്ട്രക്ട് ചെയ്ത് ഓരോ സാധനങ്ങളും വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു 1700 പേജുള്ള പുസ്തകമായത്. അതിൻ്റെ ഇടയിൽ പല കാരണങ്ങളല്ല, പാലകാപ്യത്തിൻ്റെ വർക്ക് ഇങ്ങനെ മറ്റ് പുസ്തകങ്ങളുടെ വർക്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി. എൻ്റെ ഇടയിൽ എനിക്കൊരു ഗുരുനാഥന സ്ഥാനത്തുള്ള ഒരാൾ പറഞ്ഞു, പാലകാപ്യം ഗണപതിക്ക് വെച്ചതിന് ശേഷം ദേവി മഹാത്മ്യം വയ്ക്കൂ. അപ്പോൾ വിമർശിക്കുന്ന പാലകാപ്യം തീർക്കും. അപ്പോൾ പാലകാപ്യം തീർത്തു. എൻ്റെ ഇടയിലാണ് ലക്ഷ്മി, ബാക്കിയുള്ള എൻ്റെ ശിക്ഷകളായിട്ടുള്ള ബാക്കിയുള്ളവരും വരുന്നു. അവരെ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ഈ പുസ്തകത്തിൻ്റെ ഇത് വരെ നമുക്ക് ഏതെങ്കിലും ഒന്ന് തീർക്കണം. കഴിഞ്ഞ ദിവസം പാലകാപ്യത്തിൻ്റെ എല്ലാം കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എനിക്ക് മൂകാംബികയുടെ ഒരു ഓർമ്മ വരുന്നത്, ഈ ഭഗവതിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ.
അപ്പോഴാണ് ഞാൻ അങ്ങേടുത്ത് പറയാം എനിക്ക് ഒറ്റയടിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് പോകുന്നു. എൻ്റെ ഇടയിൽ എൻ്റെ ഗുരുനാഥൻ മരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളെന്നായിരുന്നു ഈ പുസ്തകം വായിക്കണം. ശരിക്കും അദ്ദേഹമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ദേവി മഹാത്മ്യം ഇന്ന് ലഭ്യമായ ഗ്രന്ഥങ്ങളിൽ സൗരം എന്ന പ്രമാണമനുസരിച്ചിട്ട് ഈ ഗ്രന്ഥം ആരും എഴുതിയിട്ടില്ല. എല്ലാവരും ദേവി മഹാത്മ്യത്തെ ശാക്തമായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ. അദ്ദേഹം പറയുന്നത് സൗരപ്രമാണമാണ്, അതുകൊണ്ടിട്ടാണ് ആദ്യം അത് വേണം. സാവർണി എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ ശരിക്കും സൂര്യനോട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു വ്യാഖ്യാനം നിൻ്റെ ശൈലിയിൽ എഴുതണം എന്ന് പറഞ്ഞു ഗുരുനാഥനാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. 2019 അദ്ദേഹം മരിച്ചു. അപ്പോൾ പിന്നെ എനിക്കുണ്ടായിരുന്ന അമ്മയാണ്, അതായത് ഗുരുപത്നി എന്ന രീതിയിൽ ഞാൻ അമ്മയെന്ന് തന്നെ വിളിക്കുന്നു. എനിക്ക് തോന്നുന്നു 36 വർഷത്തോളം എനിക്ക് അന്നം ഊട്ടി വളർത്തി ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അമ്മയൊക്കെ കാരണമാണ്. അപ്പോൾ അമ്മ പറഞ്ഞു എനിക്കൊന്ന് കാണണമെന്നുണ്ട്. എടാ ഗുരുനാഥന് പറ്റിയില്ല, എനിക്ക് കാണിക്കുമെന്ന് ചോദിച്ചു. അടുത്ത സെക്കൻഡിൽ ഞാൻ പുസ്തകം എടുത്തു, വേഗം തന്നെ പേജ് സെറ്റ് ചെയ്തു. അതാണ് ഞാൻ പറയും കുറച്ച് വർക്കുണ്ടെന്ന് പറഞ്ഞാൽ മാറി പേജ് സെറ്റ് ചെയ്ത് അടുത്ത സെക്കൻഡിൽ മൂകാംബികയിലേക്ക് പോയി. ആദ്യം അമ്മയെ കൊണ്ടേ കാണിച്ചു, നോർമൽ പ്രിൻ്റ് എടുത്തു, അവിടെ കൊണ്ടേ കൊടുത്തു. ഭഗവതി എടുത്ത് പറഞ്ഞു അമ്മേനെ കൊണ്ടേ കാണിക്കാൻ പോകുമെന്ന് പറഞ്ഞു. 4 ദിവസം കൊണ്ട് അങ്ങേടുത്ത് മിണ്ടാതെയും അങ്ങ് ഒരു വലിയ പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴും ഇല്ല എൻ്റെ അമ്മയെടുത്ത് കാണിക്കണമെന്ന് പറഞ്ഞ് രണ്ടാമതാണ് ഒറ്റയടിക്ക് എടുത്ത് ഓടിയത്. പിഷാരേഖോയിലേക്ക് വെച്ചു, ഇതാ ഇനി ഞാൻ അമ്മയ്ക്ക് കൊണ്ടേ കൊടുക്കാമെന്ന് പറഞ്ഞ് ആരുടെ ഇല്ല. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് എനിക്ക് എങ്ങനെ ചെയ്യണമെന്നൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നു. ഞാനത് ഇടപെടുന്ന വെച്ചാൽ ഈ പിഷാരേഖോയിലും അങ്ങ് പോകുമ്പോൾ ബുക്ക് പ്രിൻ്റ് ചെയ്യാൻ എന്നോട് പറഞ്ഞല്ലോ. അപ്പം നമ്മളെ ക്ലാസ്സിൽ ദീക്ഷയിൽ എല്ലാവർക്കും അറിയുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഫണ്ടഡ് കമ്പനി അങ്ങനെയൊന്നുമല്ല. എനിക്കറിയാവുന്ന 2-3 പേരെ വിളിച്ചു, എല്ലാവർക്കും ഈ ബുക്ക് പ്രിൻ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞു കുറേ ബുക്കുണ്ട്, ഓളിയുണ്ട്. എൻ്റെ ഒറ്റ കൂട്ടുകാരിയെ ഞാൻ വിളിച്ചു. അപ്പോൾ അവൾ ഇമ്മീഡിയറ്റ്ലി പറഞ്ഞു. അപ്പോൾ ഞാൻ ആരോടും പറഞ്ഞു നമുക്കിതൊന്നും നേരിട്ട് അയക്കണ്ട, നമ്മൾ ചെയ്യാമെന്ന്. അപ്പം ഞാനും കരുതിയ എന്ത് സാധനം ചെയ്യാനും ഞാൻ സാധാരണ എനിക്ക് കുറച്ച് സമയം എടുത്ത് ചെയ്യുന്ന ആളാണ്. പക്ഷേ പിറ്റേ ദിവസം അങ്ങ് വിളിച്ച് പറയുന്നു വേറെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, എൻ്റെ കൂട്ടുകാർ വന്നിട്ടുണ്ട്, അമ്മയ്ക്ക് ഇന്ന് തന്നെ കൊടുക്കും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഒരു സന്യാസി വാശി പിടിക്കുമോ എന്ന് തോന്നുന്നു. അതുമാത്രമല്ല ഈ പിക്ചർ കാണും, അമ്മയുടെ പിക്ചർ പോലും ഞാൻ പറഞ്ഞു കൃഷ്ണേട്ട അത് പോരാ, ക്ലിയർ പോരാ. അങ്ങ് പറയും അതൊന്നും എനിക്കറിയില്ല, അമ്മ എന്നെ വേണം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിഗതമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തിഗതമാണ്. ഒരു പക്ഷേ ഇതിൻ്റെ താഴെ വന്നിട്ട് ആരെന്ത് പറഞ്ഞാലും ഒരു പക്ഷേ ആ അമ്മയുടെ മുമ്പിൽ വെക്കണം. അത് മാത്രമല്ല എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസം ഞാൻ ഈ പുസ്തകം അവിടെ കൊണ്ട് വെക്കണം എന്ന് പറയുമ്പോഴും ഇല്ലെങ്കിൽ ഉണ്ണിയേട്ടനും അവിടെയുള്ള എല്ലാവരും കൂടെ പറയുകയാണ് ഇത് നമ്മളുടെ വീട്ടിലെ സാധനമാണ്. എന്നെ ഇതുവരെയും പിഷാരേഖോൽ അമ്പലത്തിൽ ആരെങ്കിലും അമ്പലത്തിൻ്റെ പുറത്തെ കുട്ടിയായിട്ട് കണ്ടിട്ടില്ല. ഇത് ഈ വീടിൻ്റെ അകത്തേന്നാണ് പറയുക പിഷാരേഖോലിൻ്റെ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനവിടെ പോയി തൊഴുന്നത് എൻ്റെ വീടാണ്. അപ്പോൾ അമ്മയും അച്ഛനില്ല, എനിക്ക് അമ്മയും മരിച്ചിട്ട് വർഷങ്ങളായി. അപ്പോൾ ഞാൻ മൈസൂർ വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് അമ്മ എന്നും പറഞ്ഞ് വരണമെങ്കിൽ ഞാൻ നേരെ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുകയായി. പറവൂർ എൻ്റെ ഏട്ടനുണ്ട്, അവിടെ വരും. അതിന് ശേഷം വണ്ടി എടുക്കും, പിഷാരേഖോൽ പോയി തൊഴും, 2 മിനിറ്റ് 10 മിനിറ്റ് അവിടെ ഇരിക്കും, തിരിച്ച് അതേ മരത്തിനിട്ട് രാത്രി ടിക്കറ്റ് എടുത്തിങ്ങനെയാണ്. അപ്പോൾ ഈ 15 വർഷത്തിലധികമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട് എന്ന് പറയുന്നത് ഒരു പിഷാരേഖോയിലാണ്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ വസ്ത്രങ്ങളോ ഇല്ലെങ്കിൽ പ്രോഗ്രാമുകളോ ഇതിനു മുമ്പുള്ള ഒരു പുസ്തകവും ഞാൻ റിലീസ് ചെയ്തിട്ടില്ല. ഞാൻ അമ്മയുടെ നടക്കിൽ കൊണ്ടുവയ്ക്കും, ബുക്ക് റിലീസ് ചെയ്യുമെന്ന് പറയും. ഇതിനു മുമ്പ് ദശമഹാദ്യരഹസ്യം വന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. കൊടുങ്ങല്ലൂർ കൊണ്ടുപോയി വെച്ചു, ഭഗവതി എടുത്ത് പറഞ്ഞു അച്ഛൻ്റെ തറവാടാണ്, അപ്പോൾ അവിടെ കൊണ്ടുപോയി വെച്ചു, ബുക്കായി എന്ന് പറയും. എൻ്റെ പുസ്തകങ്ങളെല്ലാം തന്നെ ഭഗവതിക്ക് കൊണ്ട് വയ്ക്കലാണ് എൻ്റെ റിലീസിങ്. അല്ലാതെ ഇതിൻ്റെ ബാക്കി അങ്ങ് പറഞ്ഞപ്പോഴും ഞാൻ മിണ്ടാതിരുന്നിരുന്നതിൻ്റെ കാരണം അതൊരു ഇമോഷണൽ ഇതുണ്ട്. അതിനുശേഷം പിഷാരേഖോയിൽ നിന്ന് നേരെ എൻ്റെ ഗുരുനാഥൻ്റെ വീട്ടിൽ പോയി അമ്മയ്ക്കോട്ട് വെച്ചു. ഒരു കരച്ചിലും ഒരു പിടുത്തവും. എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ നമുക്ക് വേണം എന്തെങ്കിലും. അതുമാത്രമല്ല എൻ്റെ ഗുരുനാഥൻ്റെ ഇല്ലെങ്കിൽ അമ്മയുടെ ഇത് ജീവിതത്തിൽ ഇന്ന് വരെയും ഫസ്റ്റ് പുസ്തകത്തിൽ ലളിതാ സഹസ്രനാമം ഞാൻ ഇറക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഗുരുനാഥൻ്റെ പേര് വെച്ച് നമ്മൾ നമസ്കരിക്കുമല്ലോ. അപ്പോൾ പറഞ്ഞതാണ് ഒരു പക്ഷേ നീ മരിച്ചതിന് ശേഷം നിൻ്റെ പുസ്തകങ്ങൾ നോക്കി വായിക്കുന്ന സമയത്ത് ആരാണ് പഠിപ്പിച്ചതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെ ഗുരുദക്ഷിണ. പേരെഴുതി വേണ്ട. ഇന്നും ഞാൻ പേരെഴുതിയിട്ടില്ല. ഞാൻ ആ ബുക്കിൽ ആദ്യ വാചകം ഐ തിങ്ക് ക്ലാസ് ഇതാണ് നമ്മുടെ ബുക്ക്, ഇതാണ് പിഷാരേഖോൽ അമ്മ. അപ്പോൾ ഇത് നമ്മൾ തുറക്കുന്ന സമയത്ത് നമ്മളിത്ര ക്യുക്കായിട്ട് ചെയ്തെങ്കിലും എനിക്കിപ്പോഴൊരു വാചകം ഏറ്റവും ആദ്യത്തത് എന്നെ ഞാനാക്കിയ അമ്മയ്ക്കും എൻ്റെ ഗുരുനാഥനും. ഒരു പേരും എഴുതിയിട്ടില്ല. എൻ്റെ വാക്കാണ് എൻ്റെ ഗുരുനാഥൻ. ഗുരുനാഥൻ സ്ഥിരം പറയുന്നതാണ് നിൻ്റെ വാക്കുകളിൽ കൂടെയാണ് ഗുരുനാഥന്മാർ അല്ലെങ്കിൽ ഒരു ശിഷ്യന്മാരുടെ അല്ലെങ്കിൽ ശിഷ്യരുടെ വാക്കുകളിൽ കൂടെയാണ് ഗുരുനാഥൻ ജീവിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വാക്കാണ്.
എൻ്റെ ദേവിയും എൻ്റെ ഗുരുനാഥനും. അതുകൊണ്ട് അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, പല സ്ഥലത്തും അവതാരിക എഴുതും അല്ലേ, പല ആൾക്കാർ എഴുതാറുണ്ട്. അത് കഴിഞ്ഞൊരു പ്രിഫേസ് എഴുതും. ഇത് വായിക്കുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വലിയൊരു ക്യാൻവാസിലെ സിനിമ കാണാൻ പോകുമ്പോൾ, ഇപ്പോൾ എല്ലാവരും കണ്ട കാന്താര കാണുമ്പോൾ വലിയ ക്രൂ അതിൻ്റെ പുറകിലുണ്ടല്ലോ. അപ്പോൾ മാഷിൻ്റെ കുട്ടികൾ അത് മറ്റൊരു സാധനമാണ്. എന്ന് വെച്ചാൽ 4 ദിവസം എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതായത് വിജയദശമി ദിവസം രാവിലെ അമ്മയുടെ നടക്കൽ കൊടുക്കണം. ഇതായിരുന്നു എൻ്റെ അമ്മയ്ക്കും കൊടുക്കണം. അതായത് പിഷാരികുൽ ഭഗവതിക്കും ഗുരുനാഥൻ്റെ അവിടെയും നടക്കലും വയ്ക്കണം. അതായത് ദീപം കത്തിക്കുന്ന സ്ഥലത്തും വയ്ക്കണം. ആകെ 3 ദിവസമേ ഉള്ളൂ. അതായത് 3 ദിവസത്തിനുള്ളിൽ പ്രിൻ്റ് എടുക്കുക. എൻ്റെ കയ്യിൽ പ്രസ്സുകാർ പറഞ്ഞു. അല്ല, ഞാൻ ബാംഗ്ലൂർ വിളിച്ചപ്പോൾ ഒരാൾ ചോദിക്കുക, അവർ കന്നഡയിൽ ചോദിക്കുകയാണ്, ഈ സമയത്ത് ആരെങ്കിലും പറയുമോ, ഞങ്ങൾ മെഷീൻ വരെ പൂജിക്കുന്ന സമയമാണ് അത്. അപ്പോൾ പൂജിക്കാൻ വയ്ക്കുമ്പോൾ തലേ ദിവസമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 3 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഒറ്റയ്ക്കിരുന്നതിൽ പ്രൂഫ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, എല്ലാം കൂടെ സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ ലക്ഷ്മി എടുത്തും ബാക്കിയുള്ളവരത്തും ഒരുമിച്ചിരുന്നു. എനിക്കറിയാമല്ലോ ലക്ഷ്മി, നമ്മുടെ എൻ്റെ ശിഷ്യൻ. അതെ. അപ്പോൾ അവർ പറഞ്ഞു, മാഷ് ഇറക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാനുള്ളതാണ്, ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പേജ് മുഴുവൻ സെറ്റ് ചെയ്ത് എഡിറ്റൊക്കെ ചെയ്തതിന് ശേഷം നേരെ ലക്ഷ്മിക്ക് അയച്ചു കൊടുക്കും, അവരുടെ ഗ്രൂപ്പിന്. അപ്പോൾ അവർ 3 പേരും കൂടി ഇരുന്ന് വായിച്ചിട്ട് അതിൻ്റെ പ്രൂഫിങ് എല്ലാം കഴിഞ്ഞ് രാത്രി 2:45 3 മണിയായപ്പോഴാണ് അവർ ആദ്യത്തെ സെറ്റ് കഴിഞ്ഞത്. അതിനുശേഷം വീണ്ടും ഞാൻ എൻ്റെ കോറിലേക്ക് ഇട്ട് ഞാൻ വീണ്ടും എഡിറ്റ് ചെയ്ത് അത് അങ്ങോട്ടേക്ക് അയച്ച് 1-ാം ദിവസം ഇത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവരെൻ്റെ അടുത്ത് ചോദിക്കുന്നത്, മാഷ് ഒരു കാര്യം ചെയ്താൽ സമ്മതിക്കുമോ? അപ്പോൾ ഞാൻ വിളിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. മാഷ് ഇത് വായിക്കുന്ന സമയത്ത് ഞങ്ങൾക്കുണ്ടായ ഒരു സാധനമുണ്ട്, നമുക്ക് നെഞ്ചിൽ തട്ടുന്നുണ്ട് കുറേ. അപ്പോൾ അത് ഞങ്ങൾ എഴുതിയാൽ വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ കുട്ടികളല്ലേ, അമ്മയ്ക്ക് കൊടുക്കുന്നതിൽ എന്താ കുഴപ്പം? ഇതിലൊരു പ്രത്യേകതയുണ്ട്, വ്യക്തികളൊന്നും തന്നെ ഞാൻ എഴുതിയിട്ടില്ല. അതായത് എൻ്റെ യാത്രയെക്കുറിച്ചോ ആരോന്നും എഴുതിയിട്ടില്ല. അതുകൊണ്ട് വ്യക്തിഗതമായ പേര് വെക്കില്ല. അപ്പോൾ ഒരു വ്യക്തിഗതമായിട്ട് വേണ്ട മാഷേ എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവരങ്ങോട്ടേക്ക് എഴുതി. എല്ലാ 4 പേരും കൂടി ഇരുന്ന് എഴുതിയതിന് ശേഷം എനിക്ക് ടൈപ്പ് ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ പറയും ഇത് ചേഞ്ച് ചെയ്യില്ല കേട്ടോ എന്ന് പറഞ്ഞു. എന്താണോ നിങ്ങൾ എഴുതുന്നത് അത് തന്നെയായിരിക്കുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലാസ്റ്റ് എഴുതിയിരിക്കുന്ന മാഷിൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് എഴുതിയിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് നമ്മൾ പറയില്ലേ, ഒരു ഗുരുനാഥനിൽ നിന്നും നമ്മൾ അനുഭവിച്ചത് നമുക്ക് കിട്ടുന്നു, നമ്മളതൊരു പരമ്പരകളിലേക്ക് കൊടുക്കുമ്പോൾ അവർ സ്വന്തം പേരിനേക്കാട്ടിലും കൂടുതൽ ആ ശാസ്ത്രത്തിന് പ്രാമാണ്യത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഗുരുദക്ഷിണയായി. അതങ്ങനെ എഴുതിയിട്ട് അവർ തന്നു. അടുത്ത ദിവസം ഞാൻ എഴുതിയിട്ടുണ്ട്, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അത് തന്നെ ഒരു എന്താ പറയുക, എനിക്കത് തോന്നുന്നത് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രയാസം എല്ലാവർക്കും, അതൊക്കെ നമ്മൾ കാണുന്ന പ്രേക്ഷകരടക്കം എല്ലാവരും നമ്മളും പഠിച്ചു വരുന്ന ആൾക്കാരാണല്ലോ. അപ്പം നമ്മളത് ഒരു മുഴുവൻ കുറേ പാരായണം ചെയ്യുക. പക്ഷെ എന്നും പറയുന്നൊരു കാര്യം, അതിലെ ഒരു വാക്കെങ്കിലും നമുക്ക് ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചാൽ അതിനും വലിയൊരു പരമോന്നത അവസ്ഥ നമുക്കില്ല. സത്യം. അത് തന്നെയാണ് കുട്ടികളോട് എഴുതിയിട്ടുള്ളത്. വളരെ എന്താ പറയുക, വളരെ ഊഷ്മളതയോടെ എഴുതുകയും അതോടൊപ്പം തന്നെ മനസ്സിൽ തട്ടി എഴുതിയ പോലെ അത് വായിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു വ്യാഖ്യാന മെത്തേഡിൽ നിന്ന് മാറി, അല്ലെങ്കിൽ സാധാരണ ഒരു വ്യാഖ്യാന ബുക്കിനെ പറ്റി എഴുതുന്ന ഒരു എന്താ പറയുക അവതാരിക അല്ല. അത് അവർ വായിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ രാത്രി എല്ലാവരും കൂടി ഇരുന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടിയായിരുന്നു, സത്യം പറയാമല്ലോ. ഞാൻ എന്ത് പറയും? അതുമാത്രമല്ല, ഇങ്ങനൊരു പുസ്തകത്തിൽ ആരുടെയും പ്രിഫേസിൽ ഒന്നും എഴുതാത്തൊരു സമയത്ത് ആ 4 കുട്ടികളുടെ എഴുതിയാലില്ലെങ്കിൽ അവരെങ്ങനെ ഞാൻ റിയാക്ട് ചെയ്യുന്നു. മാഷ് ഇങ്ങനത്തെ അങ്ങയുടെ പുസ്തകത്തിൽ, അത് നേരെ ചോദിച്ചാണ്, മാഷിൻ്റെ പുസ്തകത്തിൽ ഞങ്ങൾ എഴുതിയാൽ വെക്കുമോ എന്ന് ചോദിക്കുന്ന മതിയാണ് പേടിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അല്ലാതെ ആരുടെ വെക്കണ്ടേ? വേണമെങ്കിൽ എനിക്ക് ഇന്ത്യയിലെ ആരെയും വിളിച്ച് പറയാം, എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാരെ വയ്ക്കാം. അത്യാവശ്യം എല്ലാവരെയും നല്ല പേരിട്ട് പരിചയമുള്ളവരാണ്. അപ്പോൾ എന്നാലും എനിക്ക് തോന്നിയിരിക്കുന്നത് അവരെഴുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു, നമ്മൾ പറയില്ലേ, ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ എഴുതിയിരിക്കുന്ന വാക്കുകളുണ്ട്, അത് നെഞ്ചി തട്ടുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നി 2 അർത്ഥത്തിലും എൻ്റെ ഗുരുനാഥൻ വെക്കുന്നതാണ്. എന്നെ പഠിപ്പിച്ച ഗുരുനാഥന് ഞാൻ കൊടുക്കുന്ന ദക്ഷിണയാണ്. അതേപോലെ എൻ്റെ പരമ്പരകൾ കൂടെ ഞാൻ പഠിപ്പിച്ചെന്ന കുട്ടികൾ അതേപോലെ തന്നെ വരുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ എന്ത് സന്തോഷമുണ്ട്. സന്തോഷം കേട്ടതിന്. ഇതിൽ എനിക്ക് തോന്നുന്നു 15ാമത്തെ പേജിലേ നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ ഉള്ളൊരു ഭാഗത്തിൽ ആദ്യം ജയന്തി എന്ന പദമാണ്. ജയന്തി എന്ന പദത്തിലൂടെ ജയത്തിനെ തരുന്നവളായിട്ടാണ് ദേവിയെ പറയുന്നത്. ഒരു സാധാരണ വ്യക്തിക്ക് തൻ്റെ ഉപാസന തലത്തിലേക്ക് കയറുന്നതിനുള്ള ആത്മശുദ്ധി പ്രദാനം ചെയ്ത് അതിലൂടെ ജയത്തെ പ്രദാനം ചെയ്യുന്നവളാണ് ജയന്തി എന്ന സാമാന്യമായി അർത്ഥത്തെ സ്വീകരിക്കാം. ഈ ഒരു വാചകത്തിൽ തന്നെ അങ്ങ് എന്താ പറയുക, നമ്മൾ പറയില്ലേ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ നിറഞ്ഞാടിയിരിക്കുകയാണ് ഈ ഒരു വാക്കിൽ.
ശരിക്കും എനിക്ക് തോന്നി എൻ്റെ അനുഭവത്തിൽ നമ്മളെല്ലാം ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അങ്ങനെയൊക്കെ അറിയാമല്ലോ, ദേവി മഹാത്മ്യം എന്ന് നമ്മൾ കേരളത്തിൽ പറയും, ദുർഗാ സപ്തശതി എന്നും ചണ്ഡി സപ്തശതി എന്നും പുറത്ത് പറയും. എല്ലാവരും അർഗളം, കീലകം, കവചം എല്ലാം ചൊല്ലുകയാണ് പതിവ്. എല്ലാവരും ചൊല്ലി പോവുക ചെയ്യുക അർഗളമെല്ലാം. ശരിക്കും അർഗളം ഇതൊന്നും ഈ സ്തോത്രകൃതികൾ, പ്രത്യേകിച്ച് നവാക്ഷയോട് കൂടിയിരിക്കുന്ന ഈ ദേവി മഹാത്മ്യം ചൊല്ലാനുള്ളതല്ല. അതാണ് സത്യം. അതിൻ്റെ ഒരു ആചരണമുണ്ട്. നിങ്ങൾ ഇപ്പം അങ്ങിപ്പോൾ ജയന്തി പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പറയില്ലേ, എഴുതുന്നതിലൊരു പരിമിതി ഉണ്ട് എപ്പോഴും. എന്നാലും എഴുതി പോകുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ രണ്ടുപേരും കൂടെ ഒരു ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മൾ അങ്ങേ ഞാൻ ജയിച്ചു, ഇപ്പം നമ്മൾ രണ്ടുപേരും ഒരു മത്സരം വരുന്നു, ഞാൻ ജയിച്ചു. അപ്പോൾ ആ ജയത്തെ പ്രദാനം ചെയ്യുന്ന ആളാണ് ദേവി എന്ന് വിചാരിക്കും. സാമാന്യമായിട്ട് അങ്ങനെയാണല്ലോ, ഞാൻ ജയിച്ചു എന്ന് പറയുമ്പോൾ ഓ ഭഗവതി അങ്ങ് കാരണം ഞാൻ ജയിച്ചു എന്ന് പറയും. പക്ഷേ ഇതിനൊരു മറ്റൊരു വശവും കൂടിയുണ്ട്. എപ്പോഴും ഈ ജയം എന്ന് പറയുന്ന എൻ്റെ ജയത്തിനൊപ്പം തന്നെ മറ്റൊരു സാധനമാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പരാജയം. അങ്ങയെ ഞാൻ പരാജയപ്പെടുത്തുന്നതും എൻ്റെ കർമ്മമാണ്. ശ്രദ്ധിച്ചു നോക്കൂ, ഞാൻ അങ്ങയെ ജയിച്ചു എന്ന് പറയുന്ന നിമിഷം ഞാനവിടെ സൃഷ്ടിക്കുന്നത് ജയം മാത്രമല്ല, ഒരു പരാജയത്തെയും ഞാൻ സൃഷ്ടിക്കുന്നുണ്ട്. ഇല്ലേ? നോക്കിക്കോളൂ. അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ജയം ദദാതീതി എന്ന് ദേവിയെ പറയുമ്പോൾ തന്നെ ശ്രദ്ധിച്ചു കൊള്ളണം, ഈ രണ്ടിനെയും നിങ്ങൾ ഈക്വലൈസ് ചെയ്ത് കൊള്ളണം. ആ എന്നിൽ നിന്ന് താഴെയുള്ളവനല്ല യഥാർത്ഥത്തിൽ, നമ്മൾ ഈക്വലാണ്. അപ്പോൾ ഈ രണ്ട് അർത്ഥതലങ്ങളിലും നിങ്ങളെ ഈക്വലൈസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ആദ്യം എത്തിയത് രണ്ടാമതെത്ത ആരെന്നുള്ളതല്ല. അവിടെ ഈ രണ്ടിനെയും ഈക്വലൈസ് ചെയ്യാൻ പറ്റുന്ന മാനസിക ഭാവത്തെ പ്രദാനം ചെയ്യുന്നതാണ് ഭഗവതി. സമത്വം അല്ലേ? ആ, അതാണ് ശരിക്കും ഇന്ത്യ അല്ല, നമ്മൾ ഭാരതം മുന്നോട്ട് വയ്ക്കുന്നത് പോലും അതാണ്. അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജി ജയെ അഭിഭവേ എന്നാണ് ധാതു തന്നെ അത് പറയുന്നത് തന്നെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഗുരുനാഥൻ സ്ഥിരം പറയുന്നൊരു സാധനമുണ്ട്, പ്രത്യേകിച്ച് ക്ലാസ്സുകളിൽ ഏറ്റവും മുൻവശത്ത് അങ്ങ് കണ്ടിട്ടുണ്ടാവും, ഒരു 5 പേരുണ്ടാവും ക്ലാസ്സുകളിൽ. അതെ, മുൻനിരക്ക് ഇത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നൊരു സാധനമാണ് ഏറ്റവും പുറകിൽ പോയിരുന്നു കൊള്ളാം. ഏറ്റവും നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു കുട്ടി മുമ്പിലല്ല ഇരിക്കേണ്ടത്, പുറകിലിരുന്നിട്ട് നമ്മളെക്കാട്ടിലും കുറവുള്ള കുട്ടികളെ പുഷ് ചെയ്ത് അവരെ മുമ്പിലേക്ക് എത്തിക്കുന്നവനാണ് യഥാർത്ഥ വ്യക്തി. അപ്പോൾ ഏറ്റവും മുമ്പിലുള്ളവരല്ല നോക്കേണ്ടത്, നന്നായിട്ട് അറിയുന്ന ആ വിഷയത്തെ ഏറ്റവും നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ അറിയുന്ന 99.99 അറിയുന്ന ഞാൻ പുറകിലിരുന്നിട്ട് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടേ? ഞാൻ ഇല്ലെങ്കിൽ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾ ജയം എപ്പോഴും ദേവിയെടുത്ത് ചോദിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ചാണ്. അപ്പം ഞങ്ങളുടെയൊക്കെ ഗുരുനാഥൻ പഠിപ്പിച്ച, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞമാതിരി തന്നെയാണ്, ഒരാൾ വന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒരാൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ട് എന്താ കാര്യം? എപ്പോഴും ഞാൻ ജയിക്കുന്നു എന്നുള്ളതിൽ എന്താ അർത്ഥം? അപ്പോൾ ദേവിയെടുത്ത് ലോക കല്യാണ ഹേത്വർത്ഥം വരം വൃണീഷ്വമേ എന്നാണ് ദേവി പറയുക. ലോക കല്യാണത്തിന് വേണ്ടി നീ വരം മേടിക്കുമെന്നാണ്. അപ്പോൾ എൻ്റെ ലോകത്ത് ഞാനും അങ്ങ് എല്ലാം ചേർന്നാണ് ഈ ലോകം. അപ്പം ഞാൻ മാത്രം ജയിക്കുന്നതായിരിക്കുമോ ജയം ദദാതി എന്ന് പറയുന്നതുകൊണ്ട്? അല്ല. അപ്പോൾ എന്തായിരിക്കും ആദ്യത്തെ ശബ്ദം? ഞാനും അങ്ങ് ഉൾപ്പെടെയുള്ള ഈ ലോകം ജയിക്കാൻ അനുഗ്രഹിക്കണം തന്നെയാണ്. ഒരു പേജോളം അങ്ങ് സാധാരണ ഞാൻ നമ്മൾ വ്യാഖ്യാനങ്ങളൊക്കെ വായിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ സൗന്ദര്യലഹരി ആയിക്കോട്ടെ എന്ന് വ്യാഖ്യാനം നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ഒരു കൊച്ചു പുസ്തകത്തിൽ, അല്ല കല്യാണിയമ്മയുടെ ഒരു ഏറ്റവും വളരെ മാർവലൈസ് ആയിട്ട് എഴുതുന്ന, ഇങ്ങനെയും പ്രിസൈസ് ആയിട്ട് എഴുതുന്ന ഒരാളെ എവിടെയും കാണാൻ കിട്ടില്ല അല്ലേ? അപ്പോൾ അത് വായിക്കുന്ന സമയത്ത് അതിന് പേജുകളുടെ അല്ല, നമുക്കെപ്പോഴും അതൊരു പെട്ടെന്ന് അത് പോകുന്ന പോലെ തോന്നും. ഇവിടെ ഒരു പേജും 1.5 പേജോളം ഒരേ വാക്കിലാണത്. അപ്പം അത് 3 സ്റ്റേജ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത് അല്ലേ? ശരിക്കും ഞാൻ എഴുതിയിരിക്കുന്നത് ചണ്ഡി സപ്തശതിയുടെ അടുത്ത ഭാഗങ്ങൾ 3 സ്റ്റേജ് ആയിട്ടാണ് ശരിക്കും. അതെന്താ വെച്ചാൽ ഇപ്പോൾ ആദി ഭൗതികം, ആദി ദൈവികം, ആധ്യാത്മികം 3 ഭാഗങ്ങൾ പറയും. ഇതാണ് സാധാരണ ട്രാക്ക്. അതായത് ഏത് ഗ്രന്ഥങ്ങൾക്കും ഈ 3 ട്രാക്ക് ഉണ്ടാവും. ഇതിൽ സ്ഥൂലമായ സ്ഥലങ്ങളാണ് എല്ലാവരും എഴുതുക, ഇന്ന് ലഭ്യമായിരിക്കുന്നത് എല്ലാം. അതിനെ നമ്മൾ എങ്ങനെ സൂക്ഷ്മമാക്കുന്നു എന്നുള്ളതാണ് ചിന്ത. ഇപ്പോൾ അങ്ങക്ക് എങ്ങനെ ഉദാഹരിക്കാം? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മധു കൈടവ വിദ്രാവി, ഇതിലൊരു വാക്കാണ്. അപ്പോൾ മധു എന്നും കൈടവനും എന്ന് പറഞ്ഞാൽ 2 അസുരന്മാരെ നിഗ്രഹിച്ചവളായ ഭഗവതി. ഇനി ഞാൻ ചോദിക്കുകയാണ്, മധു എന്നത് എങ്ങനെയാണ് അസുരനായി? യുക്തി വേണമല്ലോ. എന്തുകൊണ്ട്? ആദ്യത്തെ ഭാഗങ്ങളിൽ കൃത്യമാണ്, മധു എന്നും കൈടവനും എന്ന് പറയുന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു. അത് ചെവിട്ടിൽ നിന്ന് വന്നോ എന്തു വേണമെങ്കിലും ആയിക്കോളൂ, വിഷ്ണുവിൻ്റെ ചെവിട്ടിൽ നിന്നോ എന്തു വേണമെങ്കിലും ആയിക്കോളൂ. പക്ഷെ മധുവും കൈടവനും അസുരനാണ്. എങ്ങനെയാണ് ഈ അസുരത്വം വരുന്നത്? അവിടെ എന്തെങ്കിലും കർമ്മത്തിലായിരിക്കാം. തന്നിലേക്ക് എടുക്കണമല്ലോ, ദേവി തൻ്റെ ഉള്ളിലാണ് അല്ലേ? അപ്പോൾ സ്ഥൂലത്തിലും വേണം സൂക്ഷ്മത്തിലും വേണം അല്ലേ? അപ്പം എങ്ങനെ തന്നിലേക്ക് എടുക്കും?
എന്തുകൊണ്ടാണ് മധു എന്ന പേര്? അതിലൂടെയാണല്ലോ കൊടുത്തിരിക്കുന്നത്. ആചാര്യൻ പേര് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സൂക്ഷ്മത അതിൽ കൊടുത്തിട്ടുണ്ടാവും. അതിൽ എനിക്ക് തോന്നുന്നു ഒരു നമ്മൾ പറയില്ലേ ആ ഒരു മായയില്ല അല്ലേ? യഥാർത്ഥത്തിൽ ഇത് മായയല്ല എന്നുള്ള രസം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അങ്ങ് പറയുന്നത് എനിക്ക് മനസ്സിലാവും. നോക്കിക്കോളൂ, അങ്ങ് മധു എന്നുള്ളത് തേനാണ്, ആണല്ലോ, സംശയമൊന്നുമില്ല. ശരി, ഇനി തേൻ എങ്ങനെ ഉണ്ടാകുന്നെന്ന് പറയൂ. ഒരു തേനീച്ച എല്ലാ പൂക്കളിലും പോയി ഇരുന്നിട്ട് പതുക്കെ പതുക്കെ ശേഖരിച്ച് അത് സ്വന്തം അവിടെ വന്ന് അത് സംസ്കരിച്ച് തേനുണ്ടാക്കും, ആണല്ലോ. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ പോയി ശേഖരിക്കുന്നതാണ് മധുവിൻ്റെ ആ കണ്ടൻറ്റ്, ആണല്ലോ. ഇനി അങ്ങ് പറയൂ, ഞാൻ പറയാം മധു എന്നുള്ളതിന് ധാതു, ഇതിനെ നമ്മൾ തന്നിലേക്ക് എടുക്കുകയാണ്. ഞാൻ ഇത് സ്ഥൂലമായിട്ട് അങ്ങേക്ക് മനസ്സിലായി. ഇനി ഞാൻ എടുക്കുകയാണ് മധു എന്ന് പറഞ്ഞാൽ മനു എന്ന ധാതുവാണ്. മന അവബോധനെ, ഒരു വ്യക്തിയുടെ അവബോധനമാണ് മധു. അങ്ങക്ക് ഇപ്പോൾ 40, 46, 50 വയസ്സുണ്ടെന്ന് വിചാരിക്കൂ. ഇതുവരെ അങ്ങ് ജ്ഞാനം നേടിയത് എങ്ങനെയാണ്? അങ്ങയുടെ ഉള്ളിലെ ജ്ഞാനം എങ്ങനെ കിട്ടിയതാണ് അങ്ങേക്ക് ജീവിതത്തിൽ? അങ്ങയുടെ ലോകത്ത് ഓരോ സ്ഥലങ്ങളിലും ചെറിയ കാലം മുതൽ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും താൻ സ്വീകരിക്കുന്നതനുസരിച്ച്, നമ്മളുടെ ബുദ്ധിക്കും നമുക്ക് ആവശ്യമുള്ളതനുസരിച്ചും സ്വീകരിച്ച് അതിനെ ചിന്തിച്ച് അതിനെ സംസ്കരിച്ചെടുക്കുന്നതാണ് അങ്ങയുടെ ജ്ഞാനം, ആണല്ലോ. അത് തന്നെയല്ലേ പ്രകാരം ഒരു തേനീച്ച മധു ഉണ്ടാക്കുന്നത് പോലെ, കൃത്യമല്ലേ? അങ്ങനെ തന്നെയല്ലേ? നോക്കിക്കോളൂ, നമ്മളുടെ ലോകം എന്ന് പറയുന്നത് നമ്മളുടെ അച്ഛൻ, നമ്മളുടെ അമ്മ, ഗുരുനാഥൻ, അതിൽ നിന്ന് നമ്മൾ വേണ്ടത് ശേഖരിക്കുന്നതാണ്. ഒരു തേനീച്ച അവനവൻ്റെ ശേഖരിക്കുന്നത് പോലെ നമ്മൾ ശേഖരിച്ചെടുക്കുന്നതാണ്, അല്ലേ? അതാണ് അങ്ങയുടെ ജ്ഞാനം. എൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഞാൻ സ്വീകരിക്കുന്നതാണ്, ആണല്ലോ. എൻ്റെ വാക്ക്, എൻ്റെ ശുദ്ധത, എല്ലാ വിനയം ഉൾപ്പെടെ എല്ലാം നിൽക്കുന്ന അതിലാണ്, ആണോ? ആണ്. ഇനി ഇത് ഓർമ്മയുണ്ടല്ലോ, ശരിയല്ലേ? ആദ്യ ഭൗതികമായി, ആദ്യ ദൈവികമായി, ആണല്ലോ. ഇനി ഞാൻ ചോദിക്കുകയാണ്, ആ മധു തെറ്റാവുന്ന എപ്പോഴായിരിക്കും? ആസരികത്വം വരുന്നപ്പോഴായിരിക്കും? ഞാൻ ശേഖരിക്കുന്നത് ദുർജനങ്ങളിൽ നിന്നാണെങ്കിൽ ആ ഗുണം നേരെ വിപരീതമാവും. കിട്ടിയോ? അപ്പോൾ എപ്പോഴായിരിക്കും ആസുരികത വരിക? ഞാൻ ദുർജനങ്ങളോടുകൂടി ഇതാക്കുകയും ധർമ്മം ഇല്ലാത്ത അധർമ്മികളോടുകൂടി നടക്കുകയും ഞാൻ സ്വീകരിക്കുന്ന ജ്ഞാനം എന്തായി മാറും? സ്വാഭാവികമായിട്ടും ആസുരികമായി മാറും. കൃത്യമായില്ലേ? അപ്പോൾ ഇങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? ശ്രദ്ധിച്ചോളാം. മധു വന്നാൽ കൈടഭൻ വരും, ചണ്ടൻ വന്നാൽ മുണ്ടൻ വരും. കണ്ടോ, എല്ലാവരും തുടർച്ചയാണ്, ഒന്നിൻ്റെ തുടർച്ചയാണ്. എന്തായിരിക്കും അപ്പോൾ സംഭവിക്കുക? ആസുരികമായൊരവസ്ഥ വന്ന് എന്ത് സംഭവിക്കും? ഇപ്പോൾ നമ്മൾ ഡ്രഗ്സ് കഴിച്ചു തുടങ്ങുന്നു, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നെഗറ്റീവായൊരു സാധനം ചെയ്തു തുടങ്ങുന്നു. എന്തായിരിക്കും നിങ്ങൾക്ക് സംഭവിക്കുക? കുറച്ച് കഴിയുമ്പോൾ അത് നിങ്ങളെ ബന്ധിക്കാൻ തുടങ്ങും. നിങ്ങളുടെ മുമ്പിലേക്കുള്ള ഗതി അത് തടയും, അത് തടഞ്ഞു നിർത്തും, അല്ലേ? അത് തന്നെയാണ് കീടബന്ധനെ. ഒരു കീടം നിങ്ങളെ കടിക്കുമ്പോൾ അതുവരെയുള്ള സഹജമായ അവസ്ഥ നിങ്ങളിൽ പെട്ടെന്ന് സ്ട്രക്കാവും. തീർച്ചയായിട്ടും. പിന്നെ നിങ്ങളെ മുൻപിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല, അത് കളയുന്നത് വരെ. അതെ, കൈടവൻ അത് തന്നെയാണ്, കീടബന്ധനേതി. ഏത് ഇതാണോ നിങ്ങളിലേക്ക് മധു എന്ന രീതിയിൽ നിങ്ങൾ ആസരികമായത് സ്വീകരിച്ചത്, ആ വിഷയം നിങ്ങളെ ബന്ധിക്കും. ഇനി ഒന്ന് ചിന്തിച്ചു, കണക്റ്റഡ് ആവുന്നറിയില്ല, ചോദിച്ചോളൂ. ജ്ഞാനം ബന്ധ എന്ന് പറയുന്നതിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? എവിടെയാണ് ജ്ഞാനം ബന്ധ? എനിക്ക് തോന്നുന്നു സൂത്രത്തിൽ പറയുന്നത്. നോക്കൂ, ജ്ഞാനം ബന്ധമാവുന്നത്, അല്ലെങ്കിൽ ബന്ധനം എന്ന് പറയും. എല്ലാവരും പറയും ജ്ഞാനം ബന്ധം എന്ന് പറയാറുണ്ടെന്ന്. എപ്പോഴാണ് ജ്ഞാനം ബന്ധമാകുന്നത് അല്ലെങ്കിൽ ബന്ധനം നിങ്ങൾക്കാവുന്ന വെച്ചാൽ അത് താൻ മാത്രം അറിഞ്ഞ ഒരവസ്ഥയിലേക്ക് മാറും. ഇല്ലെങ്കിൽ ഒരു വ്യക്തി തനിക്കിതെല്ലാം അറിയാമെന്നും അത് ഞാൻ താങ്കളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. എവിടെയെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, ഒരു തലം വേണം എല്ലാ വിഷയങ്ങളും സംസാരിക്കാൻ. എല്ലാവർക്കും പറയാൻ പറ്റില്ല. എപ്രകാരം? ഒരു കൊച്ചുകുട്ടി പഠിച്ചു വരുന്നത് പോലെ, ശരിയല്ലേ? 1-ാം ക്ലാസ്സിലുള്ളവർക്ക് 1-ാം ക്ലാസ്, 5-ാം ക്ലാസ്സിലുള്ളവർക്ക് 5-ാം ക്ലാസ്സിൽ, 10-ാം ക്ലാസ്സിലുള്ളവർക്ക് 10-ാം ക്ലാസ്സിലെ വിഷയങ്ങളെ കൊടുക്കാവൂ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ജ്ഞാനം നിങ്ങളെ ബന്ധിക്കും, ഡൈജഷൻ നടക്കില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സാധാരണ വ്യവഹാരത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കും, ഒരു ഗൃഹസ്ഥനായ അദ്ദേഹത്തിന് ഞാൻ ശരിക്കും ശുദ്ധമായ അദ്വൈതം പറഞ്ഞു കൊടുക്കാം. എന്തായിരിക്കും സംഭവിക്കുക? ജീവിക്കാൻ പറ്റില്ല, കത്തിയില്ലേ? അപ്പോൾ ജ്ഞാനം ബന്ധനമാവുന്ന എപ്പോഴായിരിക്കും? ഫാമിലി തകർന്നു. അപ്പോൾ ജ്ഞാനം ബന്ധനമാവുന്നത് സ്ഥലകാലബോധമില്ലാതെയും ഔചിത്യബോധമില്ലാതെയും നിങ്ങൾ പ്രയോഗിക്കുമ്പോഴാണ്. അവിടെയാണ് ജ്ഞാനം ബന്ധ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോളണം, ശാസ്ത്രം എന്ന സത്യം, അനുഭവമേവ സത്യം. ആ അനുഭവത്തിലൂടെയാണ് നിങ്ങൾക്ക് ജ്ഞാനം വരുന്നത്. ആ ജ്ഞാനം നിങ്ങൾക്ക് ബന്ധമാവുന്നത് അല്ലെങ്കിൽ ബന്ധനമാവുന്നത് നിങ്ങൾ ഔചിത്യത്തോടു കൂടി അത് മനസ്സിലാക്കാതെ വരുമ്പോഴാണ്. അതുകൊണ്ടൊരു നിയമം പറയാറുണ്ട് എൻ്റെ ഗുരുനാഥൻ, ഒരു ഇന്നർ കോറിൽ ക്ലാസ് എടുക്കുന്നൊരു സാധനത്തെ ജനറലൈസ് ചെയ്ത് കൊടുക്കരുത്. എന്തുകൊണ്ടായിരിക്കും? ഞാൻ ഇപ്പോൾ അങ്ങയോട് പറയുന്ന പേഴ്സണലായിട്ടുള്ള അങ്ങയുടെ ജ്ഞാനത്തിനനുസരിച്ച് പറയുന്നൊരു സാധനം ജനറലായിട്ട് കൊടുത്താൽ ബന്ധനമായി, സ്ഥലം മാറി. എനിക്ക് തോന്നുന്നു യു ഗോട്ട് ഇറ്റ്.
ഞാൻ ഇതിൽ വേറൊരു സാധനം ഞാനത് തിരയായിരുന്നു. ഈ ലോകം അത് ശരിക്കും പറഞ്ഞാൽ തുടങ്ങുന്നതാണ് ഞാൻ നോക്കുന്നുണ്ടായിരുന്നത്. തുടങ്ങുന്നത് സ്വാധ എന്ന ധാതു പിടിച്ചങ്ങ് തുടങ്ങിക്കഴിഞ്ഞിട്ട് ലോകം മുഴുവൻ അന്നത്തിൻ്റെ പല രീതിയിലുള്ള യജ്ഞമാണ് നടക്കുന്നത്. സ്വധർമ്മത്തെ ബോധിപ്പിച്ചുകൊണ്ട് തന്നിലേക്ക് വന്ന കർമ്മങ്ങളെ സത്യസന്ധമായി ആചരിച്ചു കൊള്ളാമെന്നു മാത്രമല്ല, അവിടെ അങ്ങ് കോമിട്ട് നിർത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് പോകുന്ന തൻ്റെ പിതാവിനെ പോലെ താൻ കഴിക്കുന്ന അന്നം അനേക പരമ്പരകളിലൂടെ കൈമാറി വരുന്നതാണെന്നും താനും അതിൻ്റെ ഭാഗമാണെന്നും അതിനെ പാലിക്കണമെന്നും ആദരിക്കണമെന്നും കൂടി ബോധിപ്പിക്കുന്നതാണ് ശ്രാദ്ധം. ഇതൊരു ഭയങ്കരമായ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റേറ്റ്മെൻ്റാണ്. സത്യം. അതെ. എന്തിനാണ് ബലിയിടുന്നത്, എന്താ ശ്രാദ്ധം പോലും നമ്മൾ പോലും ചെയ്യുന്ന സമയത്ത് നമ്മളത് കാക്ക വരുന്നുണ്ടോ മാത്രമേ നമുക്ക് ടെൻഷനുള്ളൂ. സത്യം. പക്ഷെ അങ്ങ് ഇത് എഴുതിയിരിക്കുന്നത് ഇതല്ലേ യൂണിവേഴ്സിൽ ഇന്ന് ലക്ഷക്കണക്കിന് റുപ്പിക്ക് പഠിപ്പിക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള കോഴ്സ്. അതെ അതെ, ശരിക്കും അങ്ങക്ക് മനസ്സിലാവുന്നറിയില്ലേ? അപ്പോൾ നിരുക്തത്തിൽ പിതുഹു എന്ന് പറഞ്ഞാൽ നേരെ അന്നം എന്നാണ് അർത്ഥം. നേരെ പറയുന്നത് തന്നെയാണ്. പിതുഹു എന്ന് പറഞ്ഞാൽ പാലന പോഷണം ചെയ്യുന്നത് അന്നമാണ്. നിങ്ങൾ അതിന് കാരണഭൂതമായതുകൊണ്ടിട്ടാണ് പിതാവിന് നമ്മൾ പിതൃശബ്ദം പ്രയോഗിക്കുന്നത്. അന്നം എന്ന് തന്നെയാണ് നേരെ അർത്ഥം. ഇന്ന് ആലോചിക്കൂ, അങ്ങ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലേ? എത്ര ആളിൽ കൂടെ പകർന്നിട്ടായിരിക്കും അങ്ങ് ഇവിടെ എത്തിയിട്ടുണ്ടാവുക? ആ അന്നം അങ്ങയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടാവുക. പറയൂ. പണ്ടത്തെക്കാളും ഡബിളാണ്. അപ്പോൾ അനേകം ആളുകളിലൂടെ കൈമറിഞ്ഞ് അങ്ങയുടെ മുൻപിൽ വരുന്നൊരു അന്നമാണ്. അത് കണ്ടത്തിൽ കൂടെ ഇറങ്ങണമെന്ന് തീരുമാനിക്കുന്ന പോലും പ്രകൃതിയാണ്. എനിക്കൊരു വളരെ അത്ഭുതകരമായ കാര്യം ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഞങ്ങളിന്ന് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്ന സ്ഥലമാണ്. പക്ഷെ അവിടുത്തെ ചോറിന് പ്രത്യേകമായ ഒരു ടേസ്റ്റാണ് ചോറിന്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ ഉച്ചക്കഞ്ഞിക്ക് കിട്ടും, അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അല്ലേ? പിന്നെ നാവിൽ വെച്ച് പോയാൽ അരിഞ്ഞു പോകുന്ന രീതിയിൽ വേവ് അത് അല്ലേ? അപ്പം ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങളുടെ ചോറ് ഭയങ്കര ടേസ്റ്റാണല്ലോ, ആ നൊസ്റ്റാൾജിക് ടേസ്റ്റ്. അപ്പോൾ അയാൾ പറഞ്ഞു 25 വർഷമായിട്ട് അയാൾ ഈ അരിയാണ് വാങ്ങുന്നത്. അത് ഇന്ന് ഞാൻ ചോദിച്ചതാണ് കേട്ടോ, ഇന്ന് ഉച്ചയ്ക്ക്. ഇത് വളരെ യാദൃശികമായിട്ടാണ് ഞാൻ ഇത് ചോദ്യം ചോദിക്കുന്നതും. അപ്പോൾ ആളിനോട് ഞാൻ ചോദിച്ചു, ഇത് എനിക്ക് കിട്ടുമോ, ഈ അരി എവിടെ കിട്ടുക? അപ്പോൾ ആലുവ മാർക്കറ്റിലേക്ക് കിട്ടും, സ്ഥലം പറഞ്ഞാൽ അവർ ഡെലിവറി ചെയ്യും. 25 വർഷമായിട്ട് ഞാൻ മേടിക്കുന്നത്. അപ്പോൾ അവന് പേര് വെച്ചപ്പോൾ ലളിത സുരേഖ എന്നുള്ളൊരു അരിയാണ്. ലളിത സുരേഖ. ഞാൻ അത് അല്ല, അങ്ങനെ ഇത് പറയുമ്പോഴും ശ്രാദ്ധത്തെ പറ്റി പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന അതാണ്. ശ്രാദ്ധത്തിൻ്റെ അർത്ഥം ശ്രദ്ധയാ ദീയതേ ഇതി ശ്രാദ്ധം. ശ്രദ്ധയോടുകൂടി നമ്മൾ കൊടുക്കുന്നതാണ് ശ്രാദ്ധം. നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കൂ, ഒരു ചക്രം കറങ്ങുന്ന മാതിരിയാണ് നമ്മൾ വരുന്നത്. അന്നമാണ് അങ്ങയുടെ ശരീരം. നോക്കൂ, ചെറുപ്പത്തിലെ മുതൽ അമ്മ തന്ന പാലാണ് അങ്ങയുടെ ശരീരമായിട്ട് വരുന്നത്. നമുക്ക് അന്നം മറന്നു പോകുന്നതുകൊണ്ടാണ് നിങ്ങൾ കഴിക്കുന്ന ജലം ഉൾപ്പെടെ എല്ലാം അന്നത്തിലാണ് വരിക. ഭക്ഷണം മാത്രമല്ല, നിങ്ങൾ സ്വീകരിക്കുന്ന എല്ലാ അന്നമാണ്. അപ്പോൾ അച്ഛനും അമ്മയിൽ നിന്നും അങ്ങ് സ്വീകരിച്ചതായ അന്നമാണ് അങ്ങായിട്ട് മാറുന്നത്. ഇനി അങ്ങ് കഴിക്കുന്ന അന്നമാണെങ്കിൽ ശരീരമായി മാറുന്നു, അതിൻ്റെ സൂക്ഷ്മമായിരിക്കുന്നത് മനസ്സായി മാറുന്നു. ആ മനസ്സിൻ്റെ സ്വരൂപമാണ് അങ്ങായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ യതിഷയിലുള്ള എല്ലാവരും ആൾക്കാർ അങ്ങേ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങ് കഴിക്കുന്ന അന്നത്തിൻ്റെ സൂക്ഷ്മതയാണ് അത് മനസ്സായി നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങേക്ക് ആളുകളോട് സ്നേഹത്തോട് പെരുമാറാൻ പറ്റുന്നത്. അന്നം മാറിയാൽ അങ്ങയുടെ സ്വഭാവം മാറും. അതുകൊണ്ടാണ് നല്ല ശുദ്ധമായ അന്നം കഴിക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഈശ്വരാനുഗ്രഹം കൊണ്ട്. ഇപ്പോൾ ഒരു ശ്രാദ്ധം ചെയ്യുന്നു വയ്ക്കൂ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന ശ്രാദ്ധം എന്ന് പറയും നമ്മളെപ്പോലെ ഇതേപോലെ പല സ്ഥലങ്ങളിൽ നിന്നും ഇതേമാതിരി വന്നിട്ടുണ്ടാകും. ഇപ്പോൾ ശ്രാദ്ധ തിലകം ഇല്ലെങ്കിൽ ശ്രാദ്ധതത്വം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പലതരത്തിൽ. ഇപ്പോൾ എൻ്റെ അടുത്ത് സ്ഥിരം ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇപ്പം ഞാൻ ശ്രാദ്ധം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ എങ്ങനെ കിട്ടും, മരിച്ച അന്നം എങ്ങനെയോ എത്തുക എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ശ്രാദ്ധത്തിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പിതാവ് മരിച്ചിട്ട് ദേവത്വത്തെ പ്രാപിച്ചുവെങ്കിൽ നമ്മൾ ചെയ്യുന്നത് രസഭുക്തിയായിട്ട് അദ്ദേഹത്തിലേക്ക് എത്തും. അതായത് നാം കൊടുക്കുന്ന ശ്രാദ്ധം ശ്രദ്ധയോടുകൂടി കൊടുക്കുമ്പോൾ നമ്മൾ ദേവതകൾക്ക് കൊടുക്കുന്ന മാതിരി രസഭുക്തിയായി അവരിലേക്ക് എത്തും. ഇനി അതേപോലെയുള്ള ഒരു പശുവാണെങ്കിൽ, ഒരു പശുവായിട്ടാണ് നമുക്കറിയാമല്ലോ ഹിന്ദുക്കളുടെ ആചാരം അനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു ഇതിലേക്ക് മാറുകയാണെങ്കിൽ പശുവാണെങ്കിൽ തൃണഭുക്തിയായിട്ടെത്തും. ആമിഷഭോജനാണെങ്കിൽ അങ്ങനെ, സർപ്പമാണെങ്കിൽ ഇല്ലെങ്കിൽ നാഗങ്ങളാണെങ്കിൽ വായു, യക്ഷനാണെങ്കിൽ ജലം, ഇതേമാതിരി നമ്മൾ കൊടുക്കുന്ന ഭാവം അവരിലേക്ക് എത്തുന്നതാണ്. മനുഷ്യർക്കാണെങ്കിൽ വിവിധങ്ങളായ ഭക്ഷണമായിട്ടാണ് എത്തുക നമ്മളുടെ മുമ്പിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങ് ഇന്ന് കഴിച്ച ഭക്ഷണം
അങ്ങയുടെ പരമ്പരകൾ, എവിടെയെല്ലാമോ ഇരിക്കുന്ന പരമ്പരകൾ ഇട്ട ശ്രാദ്ധമാണ് അങ്ങയുടെ മുമ്പിൽ അന്നമായിട്ട് വരുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലായോ? അതായത് അങ്ങയുടെ പരമ്പരകളിൽ അനേകം ആളുകൾ മരിച്ചു പോയിട്ട് ഇപ്പോൾ ജനിച്ചിട്ടുണ്ടാവില്ലേ, അവർ വെക്കുന്ന ഓരോ അരിമണിയാണ്, ശ്രാദ്ധത്തിലൂടെ വയ്ക്കുന്ന അരിമണിയാണ് അങ്ങയുടെ മുമ്പിൽ നിന്ന് ഉച്ചയ്ക്ക് എത്തുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് സാധാരണ എല്ലാവരും ചോദിക്കാറുണ്ട്, കുട്ടികളുണ്ടാവാത്തത് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നം വീട്ടിൽ വരുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എന്താ കൃഷ്ണേട്ടാ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ സ്ഥിരം പറയുന്നതാണ്, ഭക്ഷണം ശുദ്ധമായി കിട്ടാറുണ്ടോ ചോദിക്കും. ഉണ്ട്. കരയാറുണ്ടോ ഭക്ഷണം കഴിക്കുമ്പോൾ? അപ്പോൾ അന്നം കഴിക്കാൻ എല്ലാവർക്കും, പക്ഷേ സത്വശുദ്ധിയോടുകൂടി ആനന്ദിച്ച് കഴിക്കാറുണ്ടോ? കുറവാണെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ പറയുക, പോയി ശ്രാദ്ധം ഇട്ടിട്ട് പിതാക്കന്മാരെ നമസ്കരിക്കും. അപ്പോൾ കുറച്ച് നേരം ഉണ്ടായിരിക്കും. ഇനി അച്ഛനും അമ്മയും ശ്രാദ്ധം ഇടാൻ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, രാവിലെ നിലവിളക്ക് കത്തിക്കുമ്പോൾ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരെ പൂർണ്ണ നമസ്കാരം ചെയ്യൂ, പിതൃക്കളായിട്ട് നമസ്കരിച്ചുകൊണ്ട്, അത് മതിയാവും. ഇനി അച്ഛനും അമ്മയും ഇല്ലേ, ആ നിലവിളക്ക് വെച്ചിട്ട് അവരെ സങ്കല്പിച്ചുകൊണ്ട് പൂർണ്ണ നമസ്കാരം ചെയ്യൂ. അവരുടെ ശരീരമാണ് നിങ്ങൾ. അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 45 വയസ്സായത് കൊണ്ടിട്ടാണ്, അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കൊച്ചു മാംസപിണ്ഡം പുറത്തേക്ക് വന്നാണ് അങ്ങ്. അതായത് എൻ്റെ അമ്മ കഴിച്ച അന്നത്തിൻ്റെ പൂർണ്ണ സ്വരൂപമാണ് ഞാനായിട്ട് നിൽക്കുന്നത്. ആ അന്നഭുക്തി തിരിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ എന്നെ ഞാനാക്കി അച്ഛനും അമ്മയ്ക്കും ആ അന്നത്തെ സ്വരൂപിച്ചുകൊണ്ട്, അന്നം ബ്രഹ്മ എന്ന് പറയുന്ന പോലെ തന്നെ അതായി കണക്കാക്കിക്കൊണ്ട് മുമ്പിലേക്ക് വയ്ക്കുന്നതാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ എന്നെയാക്കിയതാണ് എൻ്റെ അച്ഛനും അമ്മയും. അതേപോലെ അനേകം ആളുകളുടെ ശ്രദ്ധയാണ് ഞാനായിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് താനും അതേപോലെ ആവണം, മറ്റുള്ളവരും അതേപോലെ ആവണം എഴുതിയിരിക്കുന്നത്. അതാണ് ആദരിക്കണമെന്നും കൂടി ബോധിപ്പിക്കുന്നതാണ്. അതെ, അതുകൊണ്ടിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമസ്കരിക്കണം, അന്നത്തെ ബഹുമാനിക്കണം എന്ന് പറയുന്നത്. കാരണം അച്ഛനാണ്. അല്ലെങ്കിൽ അച്ഛനെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോളാം, ഞാൻ അച്ഛനെന്നല്ല പറയുന്നത്, അച്ഛനും അമ്മയുമാണ്. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ദേവിമാത്മ നമുക്ക് സംസ്കാരത്തെ പഠിപ്പിക്കുക? ഇത് എനിക്ക് വളരെ എന്താ പറയുക, ഇത് പ്രേക്ഷകർക്ക് ആയിട്ടും കൂടി പറയാം. ഇതിപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഇത് നമ്മളിലേക്കുള്ളൊരു ജനലായിട്ടാണ് തോന്നുന്നത്. അർഗളം എന്ന പേരില്ലേ, ശരിക്കും അതിന് കവാടം എന്നാണ് എല്ലാവരും പറയുക. സാക്ഷാ കവാടം എന്നൊക്കെയാണ് എല്ലാവരും എഴുതുക. ശരിക്കും ഞാൻ ഇനി ഒന്നും കൂടെ പറയാം, സ്ഥൂലവും സൂക്ഷ്മവും പറയുന്ന പോലെ തന്നെയാണ് എൻ്റെ ശൈലി. ശരി, ഇവിടെ ഒരു ഡോറുണ്ട്, പറയൂ, ഡോർ എന്താ ചെയ്യുന്നത്? നമുക്ക് ആൾക്കാരുടെ ഉള്ളിലേക്ക് വരാനും ഒന്നും കൂടെ പോകാനും, പിന്നെ ഒന്നും കൂടെ വെളിച്ചം, ഒന്നും കൂടെ വെളിച്ചത്തിനെല്ലാം വായു. ശ്രദ്ധിച്ചോളണം, വേണ്ടാത്ത തണുപ്പ് കൂടിയാൽ നിങ്ങൾ അടയ്ക്കും, ചൂട് വന്നാൽ തുറക്കും. അപ്പോൾ വീടിൻ്റെ അകത്തേക്കും പുറത്തേക്കും വരുന്നതിനെ നിയന്ത്രിക്കുന്നതാണ് കവാടം, അല്ലേ? ക്യാമറ ഷട്ടർ പോലെ അത് വേണ്ടതാണ്. അപ്പോൾ ഗൃഹമാകുന്നൊരു സ്ഥലത്ത് ശുചിത്വത്തെ നിയന്ത്രിച്ചുകൊണ്ട് വേണ്ടാത്തതിനെ തടയുകയും വേണ്ടതിനകത്തേക്ക് കയറ്റിവിടുകയും ചെയ്യുന്നതാണ് കവാടം, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി തിരിച്ചാലോചിച്ച് നോക്കൂ, അർജ സംസ്കാരം എന്നാണ് അർഗളത്തിൻ്റെ ധാതു. എന്തായിരിക്കും സംസ്കരിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങളുടേതായ ഗൃഹമാണ്. ഈ വീടിനെ നിങ്ങളായിട്ട് സങ്കല്പിക്കും, നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ കവാടമായിട്ട് സങ്കല്പിക്കും. എന്തിനെ നിയന്ത്രിക്കാനാണ് അപ്പോൾ അർഗളം കൊണ്ട് പറഞ്ഞിട്ടുണ്ടാവുക? എപ്രകാരമാണോ ഗൃഹം ശുദ്ധിയായി നിലനിർത്താൻ കവാടം നിൽക്കുന്നത്, അതുപോലെ നിങ്ങളുടെ ശരീരമാകുന്ന ഗൃഹത്തിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയും അതിന് വേണ്ടത് നിയന്ത്രിക്കുകയും വേണ്ടാത്തതിനെ കളയുകയും ചെയ്തുകൊണ്ട് സംസ്കരിക്കുക എന്നതാണ് അർഗളം. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രോബ്ലം നിങ്ങളുടെ ജീവിതത്തിൽ വരാം, അതിനെങ്ങനെയാണ് മറികടക്കേണ്ടത്, അത് പറയുന്നതാണ് അർഗളം. കവാടം തന്നെയാണ്, പക്ഷേ ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്താൽ ഈസിയായി. ഈ ചക്രത്തിൽ നിന്ന് വിട വാങ്ങണമെങ്കിൽ ഒരു വഴിയേ ആണുള്ളത്. അതാണ് ഇന്ദ്രിയ സംയമനം. സത്യം. ഇവിടെ ദേവിയെ വിളിക്കുന്നത് ദുഃഖതേ എന്നതാണ്, അല്ലേ? അപ്പോൾ ഈ ചക്രം അങ്ങ് പറഞ്ഞില്ലേ, ഈ ചക്രം വിടണമെങ്കിൽ ഒരു വഴിയാണുള്ളത്. അമ്മയുടെ അടുത്ത് സാധാരണ അങ്ങയുടെ പല വ്യാഖ്യാനങ്ങളിലൊന്നും ഇത്ര സിംപ്ലിസിറ്റി ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു യതീഷ്. അത് ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ഈ കുറച്ച് നാളുകളായിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞത്, അങ്ങ് മാത്രമല്ല ഒരുപാട് പേര് പറഞ്ഞൊരു ഭാഗമാണ്, എൻ്റെ ഭാഷ എന്ന് പറയുന്നത് ആർക്കും മനസ്സിലാവില്ല, വ്യാകരണവും നിരുക്തവും കുത്തിക്കയറ്റി വെച്ചിട്ടായിരിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞത് അയാൾ മലയാളത്തിൽ ഒ വി വിജയനാണെന്നാണ്, അല്ലെങ്കിൽ ആനന്ദിനെ പോലെ. നമുക്ക് പെട്ടെന്ന് അത് ഗ്രഹിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. ഈ പാറ്റേൺ അറിയാഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പോഴും പറയുന്നു. ഒരു സാധനം ഇപ്പോൾ ഈ ദേവി മഹാത്മ്യത്തെ വെച്ച് തന്നെ പറയാം. ഇപ്പം ചണ്ടമുണ്ടൻ, നമ്മൾ മധുകേടവൻ പറഞ്ഞ ഒരു ചണ്ടമുണ്ടൻ പറയും. എന്തായിരിക്കും ചണ്ടൻ? ഒരു ജീവിതത്തിൽ അങ്ങയുടെ മുമ്പിലുള്ളൊരു സാധനത്തെ പറയുന്നതാണ്. കോപം വരും,
ഒരാൾക്ക് കോപം വന്നാൽ എന്ത് സംഭവിക്കും? അങ്ങേക്ക് ദേഷ്യം വന്ന് എന്തായിരിക്കും സംഭവിക്കുക? ധാതു പറയുന്നത് ചടി കോപം എന്നാണ്. കോപം വന്നൊരു വ്യക്തിക്ക് എന്ത് സംഭവിക്കും? ബുദ്ധി ഉണ്ടാവില്ലല്ലോ. ആ സമയത്ത് എന്തൊക്കെ ചെയ്യും? കോപം കൊണ്ടിട്ട് അങ്ങോട്ട് ഇതാവും ആണല്ലോ. അപ്പോൾ അവനവൻ്റെ സ്വഭാവത്തിൽ നിന്ന് മാറും, കോപത്തോട് കൂടിയുള്ള വാക്കുകൾ പറയും അല്ലേ. ഒരു സാധനം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു പരിധി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? മുമ്പിലുള്ളവരെ നിന്ദിക്കും, ആണോ അല്ലേ? പറയുന്നത് കേൾക്കില്ല എന്ന് മാത്രമല്ല, നിന്ദിച്ചായിരിക്കും പറയുക. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ വായി തോന്നുന്നതൊക്കെ പറഞ്ഞ് നിന്ദിക്കും, ആണല്ലോ. ഇത് തന്നെയാണ് ചടി കോപേ. കോപം വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ചണ്ടൻ. മുണ്ടൻ എന്ന് പറഞ്ഞാൽ മുടി ഭർസനെ, മുമ്പിലുള്ളവരെ ഭർസിക്കപ്പെടും. ഈ രണ്ട് സാധനങ്ങൾ എങ്ങനെ വരുന്നു എന്ന് പറയുന്നതാണ് ചണ്ടമുണ്ടാസുര. അപ്പോൾ ഇനി അങ്ങൊന്ന് ആലോചിച്ച് നോക്കൂ, യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാകാഞ്ഞിട്ടാണോ? അല്ല, ഇതിൻ്റെ അകത്തുള്ളൊരു സാധനം അങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കാഞ്ഞിട്ടാ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതുമെന്ന് വെച്ചാൽ, സാധാരണക്കാരുടെ ബുക്കുകൾ ഓൾറെഡി ഉണ്ട്. ഇങ്ങനൊരു സാധനം വന്നാലല്ലേ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും. അതെ, തീർച്ചയായിട്ടും അങ്ങനെ വരും. ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്താണ് ഇപ്പോഴത്തെ ഈ പുസ്തകം. അങ്ങ് ഉൾപ്പെടെയുള്ളവരിങ്ങനെ പറയില്ലേ, സാധാരണക്കാർക്ക് മനസ്സിലാവണം എന്ന് പറഞ്ഞപ്പോൾ അതൊരു ബ്ലെൻഡ് ചെയ്തിരിക്കുന്നതാണ്. അതായത് ആദി ദൈവികത്തെയും ആദി ഭൗതികത്തെയും ഞാൻ രണ്ടും കൂടെ കോമ്പൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലാകെ മിസ് ചെയ്തിരിക്കുന്നത് തന്ത്രത്തിൻ്റെ 3-ാം ഭാഗമാണ്. അതെ അതെ, അതിന് ശരിക്കും ഒരുപാട് എഴുതിയാലേ മനസ്സിലാവും. അതുകൊണ്ട് ആ ഭാഗം ഒന്ന് ചവിട്ടി പിടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 2 ഭാഗവും ഞാനിതിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പരിമിതി ഉണ്ട് ഇതിനെ, എന്നാലും സാധിക്കാൻ നോക്കുന്ന വിധത്തിൽ പറ്റിയിട്ടുണ്ട്. ഇതിൽ ഈ മംഗള എന്നുള്ളൊരു വാക്ക് വരുന്നില്ലേ എപ്പോഴും? അപ്പോൾ മംഗള ദേവിയുടെ വിശേഷണമായി പറയുന്ന അടുത്ത നാമം മംഗള എന്നാണ്. ഈ ലോകത്തിന് മംഗളത്തെ ചെയ്യുന്നവളാണ് ഹേതുവായി ദേവിയെ മംഗള എന്ന് വിളിക്കുന്നു. മംഗ, മംഗതി, ഹിതാർത്ഥം, സർപ്പതി, ഇതാ മംഗള അല്ലേ. ഇത് ഹിതത്തിനു വേണ്ടി ഗമനം ചെയ്യുന്നതിനാൽ ദേവിയെ മംഗള എന്ന് വിളിക്കുന്നു എന്ന് ശാസ്ത്രം വിശദീകരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങയുടെ പഴയ ഒരു ശൈലിയിലാണ് പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, കണ്ണട ഉയർത്തി വെച്ച് തെറ്റ് നമുക്ക് എന്താ പറയുക, വളരെ ശ്രദ്ധയോടെ വായിക്കണം. രണ്ടും അറിയണമല്ലോ. അത് വേണം. അപ്പോൾ അത് ഒരിക്കലും പ്രേക്ഷകർ തമാശയായിട്ട് കരുതരുത്. കാരണം നമ്മളൊക്കെ ബുക്ക് വായിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം കടന്നു വരുന്നവർക്കുണ്ടല്ലോ, അവർക്ക് എപ്പോഴും ഒരു പ്രേംജി, ഞാൻ എല്ലാവരുടെ അടുത്തും ഈ പ്രേക്ഷകർ എന്ന രീതിയിൽ പറയുകയാണ്, ഇതിൽ ആദ്യത്തെ ഭാഗങ്ങളിൽ ജയന്തി, മംഗള, കാളി എന്നുള്ള ആ ഭാഗം ഒരു ദേവിയുടെ ഗുണങ്ങളെ പറയുന്നതാണ്. ഇത് ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണെന്നും കൂടെ. ഇത് ഒരു വ്യക്തിയുടെ ഗുണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ പ്രേംജിയെ കുറിച്ച് പറയാൻ എനിക്ക് ഭയങ്കര ഈസി ആയിരിക്കും. അതായത് പ്രേംജി ഇങ്ങനെയാണ്, പ്രേംജിയുടെ കണ്ണട ഇങ്ങനെയാണ്, പ്രേംജിയുടെ ഷർട്ട് ഇങ്ങനെ, ഇത് പറയാൻ ഭയങ്കര ഈസിയാണ്. പ്രേംജിയുടെ ഗുണത്തെ പറയാൻ എന്ത് ചെയ്യും? നോൺ ടാഞ്ചിബിൾ ആണ്. അത് എനിക്ക് അപ്പോൾ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊണ്ടുവരണം. അതെ. അപ്പോൾ അതിൽ നമ്മളത് കൊണ്ടുവന്നിട്ട് ഒരു അമ്പലത്തിൽ പോയോ ഇല്ലെങ്കിൽ ഉപാസന എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കൃഷ്ണനെ ഉപാസിക്കുമ്പോൾ ആ കൃഷ്ണൻ്റെ ഗുണത്തെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ഉപാസിക്കുന്നത്. ആ ഗുണത്തെ നമ്മളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ജയന്തി എന്താണ്, മംഗള എന്താണ്, ഗൗരി എന്താണ്, ഇങ്ങനെ പറയുമ്പോൾ ആ സാധനത്തെ അറിഞ്ഞിട്ട് അത് നമ്മളിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഉപാസന. അപ്പോൾ 6 ഇല്ലെങ്കിൽ 8 ഗുണങ്ങളെ പറഞ്ഞുകൊണ്ടാണ് ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ അത് കുറച്ച് കട്ടിയായിട്ട് തോന്നും മനുഷ്യർക്ക്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗുണത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ഭാഗം ഉണ്ടാവണം. ദേവി എങ്ങനെയാണ് ഗുണസ്വരൂപിണിയായിട്ട് ഇരിക്കുന്നത്, ആ ഗുണം നമ്മളിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്. ഈ 2 യോജിപ്പിച്ചാലേ നിങ്ങൾക്ക് ഗുണമുള്ളൂ. അല്ലെങ്കിൽ ദേവി ജയന്തി മംഗളകാളിയാണ്, എന്താ വ്യത്യാസം? പക്ഷേ ആ മംഗളം വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയണം. തീർച്ചയായിട്ടും. അപ്പോൾ ഈ 2 ഭാഗങ്ങളിൽ ആദ്യത്തെ ഭാഗം അങ്ങനെയാണ്. അതിന് ശേഷമാണ് ആ ഗുണം നമ്മൾ ലോകത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെ നമുക്ക് സംഭവിക്കാം എന്ന് വരുന്നത്. അപ്പോൾ ആദ്യത്തെ എനിക്ക് തോന്നുന്നു ഒരു 20-25 പേജ് ആ ദേവി അറിയാനായിട്ടുള്ള മാർഗ്ഗമാണ്. അതെ, എനിക്ക് തോന്നുന്നത് ആദ്യമായി നമ്മൾ ഒരു റോഡ് പണി നടക്കുന്ന സമയത്ത് ആ കല്ലിലൂടെ യാത്ര ചെയ്ത് കുറച്ച് ശ്രദ്ധയോടെ വായിക്കേണ്ടതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ഭയങ്കര രസമായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം. നമുക്ക് എന്താ പറയുക, ഇതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം ഇത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് എന്താണെന്ന് ആൾക്കാർക്ക് അറിയണം. നമ്മളിപ്പോൾ ഒരു ബുക്ക് ഇറങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ പുറകിലെ യാത്ര, ഇത് എല്ലാവർക്കും പരമേശ്വരൻ എത്തിക്കട്ടെ. ഇത് എത്തുന്നതോടുകൂടി ഓരോ വീട്ടിലെ ആൾക്കാർക്കും ഇത് വലിയൊരു മാറ്റം സൃഷ്ടിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം വളരെ ആകസ്മികമായിട്ട് ദേവിയുടെ ബ്ലെസ്സിങ്ങിൽ കിട്ടിയ ഒരു ഇതാണ്. യതീഷയെ പോലും എന്താ പറയുക, ചെരിഷ്ഡായിട്ടൊരു മൊമെൻ്റാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അധികം കൂക്കുവിളികളില്ലാതെ, ബഹളമില്ലാതെ, അത് അമ്മ ചെയ്യുന്ന പ്രവൃത്തി പോലെ, ഒരു നാമം ചെല്ലുന്ന പോലെ ഇതെല്ലാവരിലേക്ക് എത്തട്ടെ. വലിയൊരു വിപ്ലവം ഇതുമൂലം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒത്തിരി നന്ദി.
നമോ നാരായണ.